അസ്സലാമു അലൈക്കും. രാത്രിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കണ്ടെത്താനുള്ള വാതിൽ തുറന്നു കിടക്കുന്നു. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. രാത്രി നിശബ്ദതയുടെ സമയം. ചുറ്റുപാടിൽ ആരുമില്ല, ആരുടെയും ശബ്ദമില്ല. അപ്പോൾ ഉള്ളത് നീയും അള്ളാഹുവും മാത്രം. പകൽ മുഴുവൻ മനസ്സിലുണ്ടാകുന്ന അശാന്തി, കൂടാതെ വരിവരിയായി വരുന്ന മറ്റു ചിന്തകൾ, അതെല്ലാം വിട്ടുനിൽക്കുന്ന സമയമാണ് രാത്രി. അതിനാലാണ് രാത്രി അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ വാതിൽ നിനക്ക് മുമ്പായി തുറന്നു കിടക്കുന്നത്. അള്ളാഹു രാത്രിയിൽ ഇറങ്ങി വരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, പാതിരാമധ്യത്തിൽ അള്ളാഹു ആകാശത്തിൻ്റെ ഏറ്റവും താഴത്തെ ഘട്ടത്തിൽ ഇറങ്ങി വന്ന് ചോദിക്കുന്നു, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാനായി? ഞാൻ അവന് മറുപടി നൽകാം. ആരുണ്ട് എന്നോട് ക്ഷമ ചോദിക്കാൻ? ഞാൻ അവനോട് ക്ഷമിക്കും. ആരുണ്ട് എന്നെ ചോദിക്കാനായി? ഞാൻ നൽകും. ഇത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു അവസരമാണ്. അവൻ കാത്തിരിക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ തളർന്നു കിടക്കുന്ന ഒരു ഹൃദയം, നമ്മുടെ കണ്ണുനീര്, അത്രമാത്രം. എന്താണ് രാത്രിയിലെ നമസ്കാരത്തിന് ഇത്ര പ്രത്യേകത? പകൽ എന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന സമയമാണ്. എന്നാൽ രാത്രി അത് അള്ളാഹുവിനും നമ്മുടെ ഹൃദയത്തിനുമുള്ള പ്രത്യേകമായ സമയമാണ്. ദിവസമുള്ള സ്ട്രഗിളിൽ നമ്മൾ മറന്നുപോകുന്ന പല കാര്യങ്ങളും രാത്രിയിലാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതാണ് തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ശക്തി. ആ തണുത്ത നിമിഷം, മൗനം, കണ്ണുനീർ, സജ്ജത, അതൊക്കെ ഒരുവൻ്റെ ആത്മാവിനെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ദൗത്യമാകുന്നു. നിരവധി പ്രവാചകന്മാർ രാത്രിയിലെ ആരാധനാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം പറഞ്ഞിരുന്നു, എൻ്റെ ഹൃദയം ശുദ്ധമാകാൻ തഹജ്ജുദ് നമസ്കാരം എന്നെ സഹായിക്കുന്നു. ഇതിനായിട്ട് നമുക്ക് എന്തു ചെയ്യാം? അതിന് ചില എളുപ്പ വഴികളുണ്ട്. 1. ദിവസത്തിൽ നമ്മുടെ തളർന്നുപോയ ഹൃദയം, അതുമായി രാത്രിയിൽ അള്ളാഹുവിനെ തേടുക. 2. വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കുക. സത്യസന്ധമായ സജ്ജത, കണ്ണുനീർ നിറഞ്ഞ ഒരു ദുആ, ഹൃദയം തുറന്നു പറയുന്ന 1000 വാക്കുകൾ, ഇത് തന്നെ മതിയാകും. 3. തഹജ്ജുദ് ഒരു വലിയ നമസ്കാരമാക്കേണ്ട, ചെറിയ 2 റക്അത്ത് ആയാലും മതി. അതിൽ നിന്ന് വരുന്ന ഹൃദയത്തിൻ്റെ ഭാരം തീർച്ചയായും അള്ളാഹു മാറ്റിത്തരും. 4. ദുആ, ഹൃദയത്തിൽ നിന്ന് തന്നെ നീ വിളിക്കുക, യാ റബ്ബ്, നീ മാത്രമാണുള്ളത്, നീയുമായി സംസാരിക്കാൻ ഇതിലും നല്ല സമയം വേറെ എനിക്കില്ല. നമ്മൾ ആരെയും കാണാതെ കിടക്കുമ്പോൾ, മനസ്സ് തളർന്നിരിക്കുമ്പോൾ, ഹൃദയം വേദന കൊണ്ട് മുഴുവൻ നിറഞ്ഞപ്പോൾ ഒരവസരം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. അതാണ് രാത്രി. അള്ളാഹുവുമായി നമ്മുടെ ഹൃദയം സംസാരിക്കുന്ന സമയം. അവൻ ക്ഷണിക്കുന്നു, മതിപ്പില്ലാത്തവർ പോലും എൻ്റെ അടുക്കലേക്ക് വരട്ടെ, ഞാൻ അവരെ ഏറ്റെടുക്കും. ഞാനല്ലേ ദയാലുവായവൻ. നീ ആരെയും കാണാതെ ഇരിക്കുമ്പോൾ, ശബ്ദങ്ങളില്ലാതെ ഒരു രാത്രിയിൽ നിന്റെ കണ്ണുനീരിനിടയിൽ നിന്നുള്ള ദുആക്ക് സ്വർഗം തുറക്കപ്പെടുന്നു. രാത്രിയെ ഒരിക്കലും വെറുതെ പാഴാക്കി കളയരുത്. അത് നമുക്ക് അള്ളാഹു തന്ന സമ്മാനമാണ്, നിനക്കും അള്ളാഹുവിനും മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.